നമ്മളിപ്പോൾ ഒരു ഫോണായാലും അല്ലെങ്കിൽ വേറെ എന്ത് ഡിവൈസ് ആയാലും അത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് നിർബന്ധമാണ്. ഈ ഗൂഗിൾ അക്കൗണ്ടിലാണ് നമ്മളെ പ്രധാനപ്പെട്ട ഡാറ്റകൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്, ബാക്കപ്പുകൾ സേവ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ എല്ലാ ഡാറ്റകളും. അതുപോലെ ഇൻ്റർനെറ്റ് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം. ഈ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ റിക്കവറി ഫോൺ നമ്പർ കൊടുക്കും, അതുപോലെ തന്നെ ഒരു റിക്കവറി ഇമെയിലും കൊടുക്കും. ഈ റിക്കവറി ഫോൺ നമ്പർ ചിലപ്പോൾ നമ്മളോട് ആ നമ്പർ കട്ടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്പർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യാൻ നമ്മളോട് പാസ്വേഡ് മറന്നു പോയാൽ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ റിക്കവറി ഇമെയിൽ അല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ നിർബന്ധമാണ്. അതില്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനാകില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ആകുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ നമ്പർ ഒന്ന് മാറ്റിക്കളയാം. അതെങ്ങനെയാണ് മാറ്റുക? അതേപോലെ തന്നെ ഒന്നിലധികം നമ്പർ വേണമെങ്കിൽ അത് ചേർക്കുകയും ചെയ്യുക, റിക്കവറി ഇമെയിൽ മാറ്റുകയും ചെയ്യുക. ഇതൊക്കെ ചെയ്യുക. എങ്ങനെ ചെയ്യുക? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ചെയ്യാം. നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ് നമ്പർ കട്ടായി പോക്ക്, അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോക്കും. നമുക്ക് ഇത് മാറ്റി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗൂഗിൾ എന്നുള്ള ഭാഗം ഉണ്ടാവും, ഗൂഗിൾ താഴെ ഉണ്ടാവും. ഇതാ എല്ലാ ഫോണിലും ഉണ്ടാവും ഈ ഗൂഗിൾ. ആ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഒന്നിലധികം മെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ മേലെ അത് കാണിക്കും. അതുമിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഏത് മെയിൽ ഐ ഡിൻ്റെ നമ്പറാണോ നമുക്ക് മാറ്റേണ്ടി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു കള്ളീൻ്റെ ഉള്ളിലുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി ഇവിടെ നമുക്ക് കുറേ ടാബുകൾ മേലെ ഉണ്ടാവും. ഹോം, പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പ്രൈവസി, സെക്യൂരിറ്റി. നമുക്ക് ഈ സെക്യൂരിറ്റി എടുക്കാം. സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് റിക്കവറി ഫോൺ നമ്പർ ഉണ്ടാവും, റിക്കവറി ഇമെയിലും ഉണ്ടാവും. ഈ റിക്കവറി ഫോൺ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റിക്കവറി ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുന്നേരം നമ്മൾ തന്നെയാണെന്ന് ഇത് ഗൂഗിളിനൊന്ന് അറിയിക്കണമല്ലോ. അപ്പം ഫോണിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് അവിടെ കൊടുത്ത് ബാക്കിലാട്ടോ ഫിംഗർ പ്രിൻ്റ്, അതാ നിങ്ങൾ കാണാൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത നമ്പർ ഇവിടെ കാണിക്കും. ഇത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല ഈ നമ്പർ, അതുകൊണ്ടാണ് റെഡ് കാണിക്കുന്നത്. വെരിഫൈ ചെയ്യണം കേട്ടോ. വെരിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നമ്പർ കൊടുക്കുന്ന നേരം ഒരു OTP ആ നമ്പറിലേക്ക് വരും. ആ OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. ഈ നമ്പർ കൊടുത്ത നമ്പർ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പെന്നൈക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളത് കൊടുക്കുക. ഗെറ്റ് കോഡ് കൊടുക്കുക. ഗെറ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഒരു OTP വരും, അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഡ് കൊടുത്ത് ഞാനത് വെരിഫൈ ചെയ്ത് അതാ ഇപ്പോൾ വെരിഫൈഡ് എന്ന് കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഈ നമ്പർ ഇതിലുള്ള നമ്പർ ഞാൻ വെരിഫൈ ചെയ്യാമെന്ന് ചെയ്തത്. ഇനി നമുക്കിത് മാറ്റണമെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. സംഭവം തിരിഞ്ഞോ? ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ റിക്കവറി ഇമെയിലും ഇവിടുന്ന് വെരിഫൈ ചെയ്യാം, അതുപോലെ തന്നെ മാറ്റുകയും ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഏതായാലും അതിന് ഒരു റിക്കവറി ഫോൺ നമ്പർ, ഒരു റിക്കവറി ഇമെയിൽ രണ്ടും നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ അത്യാവശ്യമുള്ളതാണ് സംഭവം. നിങ്ങൾക്കിത് അറിയാനൊന്നും എനിക്കറിയാം, നിങ്ങളെ സുഹൃത്തിന് ഇത് അറിഞ്ഞൂടാ. ഈ വിവരങ്ങൾ സുഹൃത്തിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെ നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ റിക്കവറി ഫോൺ നമ്പറും റിക്കവറി ഇമെയിലും മാറ്റുക, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക എന്നുള്ള ഈ വിവരം ഓലും കൂടി അറിഞ്ഞോട്ടെ. ഉപകാരം തോന്നിയിട്ടുണ്ട്, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പയ്യോ. താങ്ക് യു സോ മച്ച്.